നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, മിഡിൽ ഈസ്റ്റിൽ സർവ്വ നിയന്ത്രണവും വിട്ടിപ്പോൾ യുദ്ധം ആളിപ്പടരുകയാണ്. ഇറാന്റെ പ്രഹരശേഷിയൊക്കെ നശിപ്പിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എണ്ണപ്പാടങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ലോകത്തെ നടുക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ദ്വീപിൽ വരെ ഇപ്പോൾ ആക്രമണം നടത്തിയ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ കടുങ്കൈ അല്ലെങ്കിൽ ഒരു തീക്കളിക്ക് മുതിരുന്ന കാഴ്ചയല്ലേ കാണാൻ സാധിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നീല ജലവും പുകയാൻ തുടങ്ങി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത്? അത് നമ്മളൊന്ന് വിശദമായി പരിശോധിക്കണം. ഡീഗോ ഗാർഷ്യ അമേരിക്കയുടെ ഒരു കരുത്താണ്. ഏഷ്യയുടെ ഒരു കവാടം പോലെ അമേരിക്ക ഈ മേഖലയെ നിരീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് അവിടെ ശക്തമായൊരു സൈനിക താവളം നിലനിർത്തിയിട്ടുണ്ട്. ആ സൈനിക താവളത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം മേഖലയിൽ അവരുടെ ഒരു സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു യുദ്ധ പോയിൻ്റാണ്. അഫ്ഗാനിസ്ഥാനിൽ അന്ന് അമേരിക്ക ആക്രമണം നടത്തിയത് ഡീഗോ ഗാർഷ്യ ദ്വീപ് ഉപയോഗപ്പെടുത്തിയാണ്. അതായിരുന്നു അന്ന് ബേസ്. ഇപ്പോൾ ഇറാൻ ഭയപ്പെടുന്ന ഒരു പോയിൻ്റാണ്, ഒരു ആക്രമണ മുനയാണ് ഡീഗോ ഗാർഷ്യ. കാരണം അമേരിക്കയുടെ ധാരാളം ഈ 4000 കിലോമീറ്റർ ദൂര പരിധിയിൽ ചെന്ന് ആക്രമണം നടത്താവുന്ന മിസൈലുകളുണ്ട്. ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുന്നത് പോർ ജെറ്റുകൾ ഉപയോഗിച്ചാണ്. ആകാശത്ത് നിന്ന് മിസൈലുകൾ ഇറാന് നേർക്ക് തൊടുക്കുക. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊന്നും ഇത്തരം ആക്രമണങ്ങൾക്ക് അമേരിക്ക ഇതുവരെ മുതിർന്നിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് ഇറാന് ചുറ്റുമുള്ള അമേരിക്കൻ സഖ്യരാജ്യങ്ങളിലൊക്കെ സേനാ കേന്ദ്രങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് അവിടെ നിന്ന് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ അയക്കാം. അത് ഈ ആക്രമണത്തെ കൂടുതൽ വ്യാപ്തിയുള്ളതാക്കും. ഈ പോർജെറ്റുകളിൽ നിന്ന് ബോംബുകൾ വർഷിക്കുക, മിസൈലുകൾ തൊടുക്കുക ആക്രമണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷേ നിലവിൽ ഗൾഫ് രാജ്യങ്ങളൊന്നും അമേരിക്കയുമായി ഒരു യുദ്ധ സഹകരണത്തിന് ഒരു ഉടമ്പടി ഉണ്ടായിട്ടില്ല. ഒരു ഗൾഫ് രാജ്യവും മറ്റൊരു രാജ്യവും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ഹോർമിസ് കടലിടുക്കിൽ തന്ത്രപരമായ സൈനിക നീക്കത്തിന് ചില രാജ്യങ്ങൾ അമേരിക്കയോട് താല്പര്യം പ്രകടിപ്പിച്ചു. നമുക്കറിയാം, അതിലൊന്ന് ഡെൻമാർക്കാണ്, മറ്റൊന്ന് അർജൻറ്റീനയാണ്. ഈ രണ്ട് മനസ്സോടെ നിൽക്കുന്ന ബ്രിട്ടൻ തങ്ങൾ ഒരു കാരണവശാലും ഇത്തരം ആക്രമണങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയത് നാറ്റോ അംഗരാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ വലിയ രാജ്യങ്ങളാണ്. അതിൽ ഇറ്റലിയെ സംബന്ധിച്ച് ജോർജിയ മെലോണി, അവർക്ക് അടുത്ത വർഷം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മക്രോൺ തൻ്റെ നിലപാട് വ്യക്തമാക്കി തങ്ങളിപ്പോൾ യുദ്ധ മുന്നണിയിലേക്ക് വരുന്നില്ല. കാരണം ഇറാനല്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഭീഷണി ഉപയോഗിച്ചത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുകയായിരുന്നു. ഇത് നാറ്റോയ്ക്കെതിരെയുള്ളൊരു യുദ്ധമല്ല. അതുകൊണ്ട് നാറ്റോ ഈ സഖ്യത്തിലേക്ക് വരുന്നില്ല. ഇതാണ് ഫ്രാൻസിൻ്റെ നിലപാട്. അങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് രാജ്യങ്ങൾ. ഡെൻമാർക്കിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തുള്ള ഏറ്റവും പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയുണ്ട്. ഈ ലോകത്തിലെ ഒരു 20% കണ്ടെയ്നർ ബിസിനസ് അവരാണ്. മേഴ്സ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ സാമ്പത്തിക നട്ടെല്ലെന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയാണ്. രാജ്യത്തിൻ്റെ GDPയിൽ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ലോജിസ്റ്റിക് കമ്പനിയാണ്. അപ്പോൾ അവരുടെ കപ്പലുകൾ 700ഓളം കപ്പലുകളുണ്ട്. അതൊക്കെ ഈ ഹോർമിസ് കടലിടുക്കിൻ്റെ 2 വശത്തായി നങ്കൂരമിട്ട് കിടക്കുകയാണ്. അവ ഭൂരിപക്ഷവും ആഴക്കടലുകളിലൊക്കെ കിടക്കുകയാണ്. ഇത് ഡെൻമാർക്കിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിച്ചു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടുള്ള താല്പര്യം അത് മുൻനിർത്തി അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രാജ്യങ്ങൾ സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. വലിയ പാശ്ചാത്യ ശക്തികൾ ഈ മേഖലയിൽ ആക്രമണം കൂടുതൽ സംഘർഷഭരിതമാക്കേണ്ട എന്ന് കരുതി വളരെ കരുതലോടെ നിൽക്കുന്നു, വിവേകത്തോടെ നിൽക്കുന്നു. ഇതിനിടയിൽ ഇറാൻ കൂടുതൽ കടന്നാക്രമണങ്ങൾക്ക് ശ്രമിക്കും. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഖത്തറിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, വാതക പാടത്തിന് നേരെ അവർ ആക്രമണം നടന്നു. അത് ഈ ഹോർമിസ് കടലിടുക്കിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ, ഈ ഖത്തറിനും ഇറാനും ഇടയിലുള്ള ആ പ്രകൃതിവാതക പാടമുണ്ട്. വലിയ പേരുകേട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമാണ്. അവിടെ ഒരു വശം സൗത്ത് പാഴ്സ് എന്നറിയപ്പെടുന്ന ഭാഗം ഇറാൻ്റെ കൈവശം, മറുഭാഗം ഖത്തറിൻ്റെ കൈവശമാണ്. ഇറാൻ്റെ സൗത്ത് പാഴ്സിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മിസൈൽ തൊടുത്തത്. അതിലൊരു അപകടം
അത് അമേരിക്ക ഭയക്കുന്നത് സൗത്ത് പാഴ്സിന് നേർക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ സൗത്ത് പാഴ്സ് വാതകപാടത്തേക്കാൾ വിപുലമായ ഏരിയ ഹോൾഡ് ചെയ്യുന്നത് ഖത്തറാണ്. അപ്പോൾ ഖത്തറിൻ്റെ ഈ ഭാഗത്തേക്ക് ഇറാൻ വീണ്ടും ആക്രമണം വ്യാപിപ്പിക്കും. അത് ആ മേഖലയിലെ എണ്ണപ്പാടം പൂർണ്ണമായി കത്തി അമരാൻ ഇടവരും. ഇത് ലോകത്തിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് നമ്മൾ കരുതുന്നതിൽ ഭയാനകമായിരിക്കും. ലോകത്തിൻ്റെ ഈ ഒരു പ്രകൃതി വാതകത്തിൻ്റെ ഒരു 15 മുതൽ 20% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ മേഖലയിൽ നിന്നാണ്. അപ്പോൾ വളരെ സംഘർഷഭരിതമാണ് ഈ സംഭവങ്ങളുടെ ഒരു വശം. മറുവശത്ത് നമ്മൾ ഇന്ന് ചാനൽ 12 എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു പ്രമുഖമായ ഒരു ചാനലുണ്ട്. അവരൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ഡേവിഡ് ബാർണിയ, നമ്മുടെ മൊസാദിൻ്റെ തലവൻ, ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സർക്കാരിനെയും നേരിട്ട് കണ്ടു. വളരെ പ്രത്യേകതകളുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റപ്പെടുന്ന ഒരു വലിയ റിപ്പോർട്ടുമായിട്ടാണ് ഡേവിഡ് ബാർണിയ നെതന്യാഹുവിന് മുന്നിലിരുന്നത്. നെതന്യാഹു ആദ്യമേ ഡേവിഡ് ബാർണിയോട് ചോദിക്കുന്നു, ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുമോ? ബാർണി ഉറപ്പ് കൊടുത്തു. ഇറാനെതിരെയുള്ള യുദ്ധം വിജയിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത്? ഡേവിഡ് ബാർണിയ 3 ലക്ഷ്യങ്ങളാണ് നിർവചിച്ചത്. ഒന്ന്, ഇറാൻ ഭരണകൂടത്തിലെ തലവന്മാരെ, അവരുടെ പ്രമുഖ ഉദ്യോഗസ്ഥരെ, ആണവശാസ്ത്രജ്ഞരെ ഒന്നൊന്നായി അവരുടെ തലയെടുക്കുക. ഇതാണ് ആക്രമണത്തിൻ്റെ ഒന്നാം ലക്ഷ്യം, ഒന്നാം തന്ത്രം. രണ്ടാം തന്ത്രം അവരുടെ വളരെ വിപുലമായ മിസൈൽ ശേഖരം തകർക്കുക, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുക, കൂടുതൽ ജനങ്ങൾക്ക് കരുത്ത് കൊടുക്കത്തക്ക തരത്തിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക. പരമാവധി ഭരണകൂട ലക്ഷ്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ തകർത്തെറിയുക. മൂന്നാം ഘട്ടം അതിനേക്കാൾ വിപുലമാണ്. ആ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്, ഈ 2 ഘട്ടങ്ങളിൽ ഇറാനിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ, നമുക്കറിയാം കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തിൽ ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. വിമതർ, പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങി. പക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3000-ലധികം ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറയുന്നത് 7000-ലധികം മരണങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരും വസ്തുതകൾ അവലംബമാക്കിയാണ് അവരുടെ റിപ്പോർട്ട്. എന്നാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് 35,000-ലധികം ആളുകളെ നിഷ്ഠൂരമായി ആ ഭരണകൂടം കൊന്നൊടുക്കിയെന്നാണ്. ഇപ്പോഴും വധശിക്ഷ തുടരും. നമ്മൾ ഇന്നലെയും കണ്ടു 3 പേരെ തൂക്കിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ ഇതൊരു വലിയ ഭീതിയായി ജനങ്ങളുടെ മനസ്സിലേക്ക് നിറയ്ക്കാൻ ഇറാൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിലെ ബുദ്ധി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അലി ലാരിജാനിയാണ്. അതും ബാസിജ് സേന തലവനുമാണ്. ബാസിജ് സേന തലവനെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തി, അലി ലാരിജാനിയെ കൊലപ്പെടുത്തി. ഈ 2 പേരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ജനങ്ങളുടെ മനസ്സിൽ വലിയ ഭീതി വിതച്ച 2 ഉന്നത ഉദ്യോഗസ്ഥരാണ്. അവർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതോടെ ജനങ്ങളിൽ കൂടുതൽ ഒരു ആത്മവിശ്വാസം വരുമെന്നും അവർ തെരുവിലേക്ക് ഇറങ്ങി ഭരണകൂടത്തെ വീഴ്ത്തി ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഇസ്രായേൽ കണക്കുകൂട്ടി. അതിൻ്റെ ഭാഗമായിരുന്നു ഈ 2 കൊലപാതകം. പക്ഷേ അവിടെയും ഇസ്രായേൽ അവസാനിപ്പിച്ചില്ല. വീണ്ടും IRGC ഈ ജനങ്ങളെ വേട്ടയാടും എന്നിവരെ ഭയപ്പെടും. അതുകൊണ്ട് IRGCയുടെ അവരുടെ സർവ്വ ആസ്തികൾക്ക് നേരെ ഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ തുടർന്നത്. അപ്പോൾ അതിലും ഭരണകൂടം വീഴുന്നില്ല. ഇറാൻ ഭരണകൂടം പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇറാൻ്റെ തന്ത്രം ഏത് ആക്രമണത്തെയും അതിജീവിക്കുക എന്നുള്ളതാണ്. ചെറുക്കുകയല്ല, പ്രതിരോധിക്കുകയല്ല. അവർക്ക് പ്രതിരോധിക്കാൻ നിർവാഹമില്ല. കാരണം അവരുടെ ആകാശം പോലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിയന്ത്രണത്തിൽ. അതാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുക, നിങ്ങൾ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഞങ്ങൾ ആകാശത്തിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്, ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന്. നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. ലോകത്തിലെ അപൂർവമായ ഒരു പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. ലോകത്തിലെ എല്ലാ പോരാട്ടങ്ങളും ഒന്നെങ്കിൽ കടൽ മാർഗം, കരമാർഗം ലക്ഷ്യസ്ഥാനത്തെത്തി ഭരണകൂടത്തെ വീഴ്ത്തി അവരുടെ സൈന്യത്തെ കൊന്നൊടുക്കി വിജയം വരിക്കുന്ന കാഴ്ച. ഇത് ആകാശ ആക്രമണങ്ങളാണ്, അതും പോർജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്. അതിന് പരിമിതിയുണ്ട്. കാരണം വളരെ വിനാശകരമായ അണുവായുധം പോലെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് മാനവ രാശി എതിരാകും. അപ്പോൾ ഭരണകൂടത്തെ പരമാവധി തളർത്തി തകർത്ത് ജനങ്ങളെ തെരുവിലിറക്കി ഭരണകൂടം അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ, നമുക്കറിയാം, ഡേവിഡ് ബാർണിയയുടെ ആ യുദ്ധതന്ത്രത്തിൻ്റെ 2ാം ഘട്ടം. പക്ഷേ 2ാം ഘട്ടത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്നില്ല. അവിടെയാണ് ഡേവിഡ് ബാർണിയ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്
നെതന്യാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച മൂന്നാം തന്ത്രം. ആ മൂന്നാം തന്ത്രം വളരെ വ്യക്തമായിരുന്നു. ഇറാൻ്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക, അതിനവരുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുക, വ്യാവസായിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക. ഇത് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കാനും ഭരണകൂടത്തിൻ്റെ തളർച്ചയ്ക്കും കാരണമാകും. കാരണം അവരുടെ എണ്ണപ്പാടങ്ങളാണ് അവരുടെ മിസൈൽ ശക്തി. ഈ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഇപ്പോഴും അവർക്ക് വരുമാനം ലഭിക്കുന്നു. നമുക്കറിയാം, നേരത്തെ 1.7 lakhs ലിറ്റർ ആയിരുന്നു ഓരോ ദിവസവും ചൈനയിലേക്ക് പോയിക്കൊണ്ടിരുന്ന എണ്ണ ഇറാനിൽ നിന്ന്. അത് കുറഞ്ഞു, ഇപ്പോൾ 1 ലക്ഷം എന്നുള്ളൊരു കണക്കിലേക്ക് കുറഞ്ഞു. പക്ഷെ അപ്പോഴും 40% കുറവേ വന്നിട്ടുള്ളൂ. ഈ പണം ഇപ്പോഴും ഇറാൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് പുറത്തേക്കുള്ള എണ്ണ ഉപരോധം ഇപ്പോൾ താൽക്കാലികമായി അമേരിക്ക പോലും നീട്ടിവെച്ചു. ഇപ്പോൾ ചൈന തന്നെയാണ് ഏറ്റവും വലിയ ഉപഭോക്താക്കൾ. അവരുൾപ്പെടെ ചില രാജ്യങ്ങൾ പണം കൈമാറുന്നു, സാങ്കേതികത കൈമാറുന്നു, ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും മിസൈൽ നിർമ്മിക്കാനും ശത്രുവിനെതിരെ അത് പ്രയോഗിക്കാൻ കഴിയും. ഈ ഡ്യൂഗോ ഗാർഷ്യ ദ്വീപിന് നേരെയുള്ള ആക്രമണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി ഇവർ ഉപയോഗിച്ച 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ്, അതിമാരകമാണ്. അപ്പോൾ ഇത് വലിയൊരു സൂചനയാണ്. 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് പാശ്ചാത്യ മേഖലയുടെ വക്ക് വരെ എത്തും. ഇത് ഒട്ടും സുരക്ഷിതമല്ല പലർക്കും, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന് പോലും. ഈ ഭയം യൂറോപ്യൻ യൂണിയനുണ്ട്. ഇവിടെ ചില രാജ്യങ്ങൾ അമേരിക്കയെ സഹായിക്കാൻ നിൽക്കുന്നു, മറ്റു ചിലർ നിസ്സംഗരായി നിൽക്കുന്നു. മറുവശത്ത് ഇറാനോട് ആഭിമുഖ്യം പുലർത്തി നമുക്കറിയാം റഷ്യയും ചൈനയും നിൽക്കുന്നു. പാകിസ്ഥാൻ ഒരു ഷിയ പ്രക്ഷോഭം ഭയന്ന് ഷിയ അനുകൂല മനോഭാവമുള്ള വലിയൊരു വിഭാഗം പാകിസ്ഥാനിലുള്ളതുകൊണ്ട് അവരും ഇറാനോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ഇസ്രായേലിൻ്റെ ആക്രമണ ലക്ഷ്യത്തിലേക്ക് അവർ ഒന്ന് തൊട്ടു. അതാണ് സൗത്ത് പാഴ്സിന് നേർക്കുള്ള ആക്രമണം. പെട്ടെന്ന് ട്രംപ് അതിൻ്റെ ഭയാനക വശം തിരിച്ചറിഞ്ഞു. ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്, ഇറാനെ സമ്പൂർണ്ണമായി തകർക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾക്കുണ്ടാകും. എണ്ണവില കൂടും, പ്രകൃതിവാതകത്തിന് വലിയ ഷോർട്ടേജ് അനുഭവപ്പെടും, ലോകത്ത് വിലക്കയറ്റം ഉണ്ടാകും, സാമ്പത്തിക മേഖലകൾ പല രാജ്യങ്ങളും തകർച്ചയുടെ വക്കിലെത്തും. ഇത്തരമൊരു ഘട്ടത്തിലേക്ക് ലോകത്തെ തള്ളിവിട്ടു എന്ന ഒരു നാണക്കേട് അല്ലെങ്കിൽ കുറ്റാരോപണം എക്കാലത്തും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനാവും പേറേണ്ടി വരുന്നത്, ഇസ്രായേൽ പ്രധാനമന്ത്രിക്കല്ല. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു വലിയ കമ്മിറ്റ്മെൻറ്റ് ലോകത്തോടുള്ള ആളല്ല. അവരെപ്പോഴും തങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ ഡേവിഡ് ബെർണിയുടെ മൂന്നാമത്തെ തന്ത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അവരുടെ എണ്ണപ്പാടങ്ങൾ, പ്രകൃതിവാതക പാടങ്ങൾ ആക്രമിക്കരുത്. ഇറാൻ്റെ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇപ്പോൾ ആക്രമണം വേണ്ട, അവരെ സൈനികമായി തകർക്കുക. പക്ഷെ അതിന് പരിധിയുണ്ട്. 17,000-ലധികം സ്പോട്ടുകളിലേക്ക് ബോംബുകൾ വർഷിച്ചിട്ടും തകരാതെ നിൽക്കുകയാണ് ഇപ്പോഴും അവരുടെ ആക്രമണ സ്വഭാവം. മൊജ്തബ ഖമനേയി എവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഭരണകൂടം ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്നറിയില്ല. ബങ്കറുകളിലും മോസ്കുകളിലുമൊക്കെയാണ് ഇവരുടെ ഈ മിസൈൽ വിക്ഷേപണ ലോഞ്ചറുകൾ വെച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം മൊസാദ് പറഞ്ഞു. വലിയ നാണക്കേടാണ് ഇത് ലോകത്തിന് എന്നും അവരെ ഓർമ്മപ്പെടുത്തി. ഇതാണ് ഇപ്പോഴത്തെ ഒരു യുദ്ധഘട്ടം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇന്നലെ ഒന്ന് തടിയൂരാൻ നോക്കി. ട്രംപ് പറഞ്ഞു, നമ്മുടെ യുദ്ധം വലിയ വിജയ ലക്ഷ്യം കണ്ടു. കാരണം അവരുടെ സൈനിക ശേഷിയുടെ ഒരു 90% തകർക്കപ്പെട്ടു. അവരുടെ ഭരണശിലാ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചു. അവരുടെ ഭരണകൂടത്തിലെ പലരെയും കൊലപ്പെടുത്തി. അപ്പോൾ വലിയ പ്രഹരമേൽപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് യുദ്ധം വേണമെങ്കിൽ അവസാനിപ്പിക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ട്രംപിന് മറുപടി കൊടുത്തു മുസ്തഫ. യുദ്ധം അവസാനിപ്പിച്ച് കടന്നു പോകുന്ന ഒരു ഭീരു എന്ന നിലയിൽ ട്രംപിനെ പരിഹസിച്ചു. തൊട്ടു പിന്നാലെ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ട്രംപിന് മണിക്കൂറുകൾക്കുള്ളിൽ വലിയ നാണക്കേടുണ്ടാക്കി. തുടർന്ന് ഇന്ന് ട്രംപ് കോപാകുലനായി പറഞ്ഞു, ഇറാനെ തകർത്തിരിക്കും, ഇറാനെ ചാരമാക്കും. അപ്പോൾ ഇവിടെ ലോകം ഉറ്റുനോക്കുന്നത്, ഭയക്കുന്നത് മറ്റൊരു തലത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നാണ്. ഡേവിഡ് ബാർണിയ നെതന്യാഹുവിന് മുന്നിൽ അവതരിപ്പിച്ച മൂന്നാം ഘട്ടം, ഇറാൻ്റെ എണ്ണപ്പാടങ്ങളും വാതകപ്പാടങ്ങളും ഇറാൻ്റെ വ്യാവസായിക മേഖലയും തകർത്തെറിയുന്ന ആക്രമണം. അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അത് ലോകം എങ്ങനെ ഉൾക്കൊള്ളും? ലോകം 2 വിഭാഗമായി തിരിയപ്പെടുമോ? അമേരിക്ക അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ഒരു യുദ്ധമുന്നണിയിലേക്ക് ഒപ്പം എത്തുമോ? മറുവശത്ത് റഷ്യയും ചൈനയും എന്ത് നിലപാടെടുക്കും? ഇതാണ് ഏറ്റവും സന്നിഗ്ധമായൊരു ഘട്ടം.
സാർ ഇതിപ്പോൾ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇതുവരെയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായി സാർ പറഞ്ഞതുപോലെ സഹകരിക്കുന്നില്ല. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടി ഇത്തരത്തിൽ അവരുടെ എണ്ണപ്പാടങ്ങളൊക്കെ തന്നെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെല്ലാം ഒന്ന് തിരിച്ചടിക്ക് ഒരുങ്ങുകയാണെങ്കിൽ അത് വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കില്ലേ കാര്യങ്ങൾ? അല്ല, അത് അത്ര എളുപ്പമല്ല. കാരണം ഇറാൻ്റെ തിരിച്ചടിയിൽ ഇക്കഴിഞ്ഞ ദിവസം ഖത്തറിന് നഷ്ടപ്പെട്ടത് 1 വർഷം അവർ വിറ്റഴിക്കുന്ന പ്രകൃതിവാതകത്തിൻ്റെ 17% അവർ ഔദ്യോഗികമായ കാര്യം പറഞ്ഞു. ഒരൊറ്റ വാതകപ്പാടത്തിന് നേർക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഇത്ര വലിയ ലോസ് ഉണ്ടായത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർക്ക് അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കഴിയും. യമനിലെ ഹൂതികൾ അവർ ആയുധത്തിൻ്റെ കാര്യത്തിൽ, സൈനിക ശക്തിയുടെ കാര്യത്തിലൊക്കെ വലിയ തിരിച്ചടി നേരിട്ടുവെങ്കിലും അവർക്കും സൗദി ആക്രമിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ സൗദി അറേബ്യയുടെ ഒരു പൊസിഷനിങ്, ഒരു വശത്ത് ഹോർമിസ് കടലിടുക്കിന് മുന്നിലായി സൗദി അറേബ്യയുടെ ഒരു പൊസിഷനിങ് ഉണ്ട്. മറുവശത്ത് നമുക്കറിയാം അവിടെ ചെങ്കടൽ, റെഡ് സീയുടെ ഒരു ഓപ്പണിങ്. ഈ കഴിഞ്ഞ ദിവസം മറുഭാഗത്താണ് ഇറാൻ ആക്രമണം തൊടുത്തത്. അപ്പോൾ പൈപ്പ് ലൈനിലൂടെ ചെന്ന് മറുഭാഗത്തൂടെ അവർക്ക് ഈ ഹൂതികളുടെ ശല്യം മാത്രമുള്ള അവിടെ, അതിലൂടെ എണ്ണ പുറത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന് ലോകത്തിന് കൊടുക്കാമെന്നുള്ള ഒരു ധാരണയ്ക്കും വലിയ പ്രഹരമേറ്റിരിക്കുന്നു. അതാണ് സൗദി പറഞ്ഞത്, ഞങ്ങൾ യുദ്ധമുന്നണിയിൽ ചേരുന്ന കാര്യം ആലോചിക്കുമെന്ന്. നമ്മൾ കരുതേണ്ടത് ഈ ഹോർമിസ് കടലിടുക്ക് അത്ര തന്ത്രപ്രധാനമായ ഇടമാണ്. അതാണ് ട്രംപ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഭ്രാന്ത് പിടിച്ച് പറയുന്നത്, ലോകരാജ്യങ്ങൾ സഹകരിക്കണം, എത്രയും പെട്ടെന്ന് അമേരിക്കൻ യുദ്ധമുന്നണിയിലേക്ക് വരണം, ഹോർമിസ് കടലിടുക്കിനെ ഫ്രീ ആക്കണം. ആ തന്ത്രം വിജയിച്ചിരുന്നു എങ്കിൽ ഇതിനകം തന്നെ ഇറാൻ നിലം പൊത്തിയാണ്. എന്തിനാണ് ഇറാനിന് മേലുള്ള ഉപരോധം അമേരിക്ക താൽക്കാലികമായി പിൻവലിച്ചത്? ഇറാനെ ഉപരോധത്തിലിട്ട് അമേരിക്കയ്ക്ക് സൗദി അറേബ്യ, ഖത്തർ, UAE, ഒമാൻ ഈ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് എണ്ണ ഹോർമിസ് കടലിടുക്കിലൂടെ പുറത്തേക്ക് വിടാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ മൈനുകൾ ഉപയോഗിച്ചും കില്ലർ സ്ക്വാഡുകളെ ഉപയോഗിച്ചും മറ്റ് രാജ്യങ്ങളുടെ എണ്ണ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇറാൻ്റെ എണ്ണ കൂടി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ലോകം നിശ്ചലമായി പോകും. അതുകൊണ്ട് ആത്യന്തിക ഗുണം അതിൽ ഇറാന് കിട്ടി. ഇവിടെ ട്രംപിൻ്റെ നിർദ്ദേശം ലോകരാജ്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ ഇതിനകം തന്നെ ട്രംപ് വിജയിച്ചേനെ, ഇസ്രയേൽ വിജയിച്ചേനെ. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഹോർമിസ് കടലിടുക്ക്. മറുവശത്ത് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൂടുതൽ സൈന്യം മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയാൽ നമുക്കറിയാം, ഇപ്പോൾ ബ്രിട്ടൻ്റെ ഈ മൈൻ വീപ്പേഴ്സ് എന്ന് പറയുന്നത് ഈ കടൽ മാർഗം ചെന്ന് ഈ മൈനുകൾ തകർക്കുന്ന ഈ നാവികസേനയെ, മൈൻ വീപ്പർ യൂണിറ്റുകളൊക്കെ അവരുടെ ഇപ്പം വളരെ ദുർബലമാണ്. എന്നാൽ മൈൻ വീപ്പർ യൂണിറ്റുകളുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. അവരാരും ഇപ്പോൾ സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല. ഡെൻമാർക്ക് അവരുടേതാണ് ഈ ഏറ്റവും അധികം, അവർക്കാണ് ഇപ്പോൾ ഈ ലോസ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അവരുടെ സാമ്പത്തിക രംഗം താറുമാറാകുന്നുവെങ്കിലും അവർക്ക് മൈൻ വീപ്പേഴ്സ് ഇല്ല. അപ്പോൾ ഇത്തരം ചില ദുർഘടാവസ്ഥ അമേരിക്ക അനുഭവപ്പെടുന്നുണ്ട്, അമേരിക്ക നേരിടുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രം പലപ്പോഴും ഈ മൈൻ ആക്രമണങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതാദ്യമായാണ് ഇറാൻ ഇത്തരമൊരു തന്ത്രം പ്രയോഗിക്കുന്നത്. അത് ഈ ഹോർമിസ് കടലിടുക്കിലിട്ട് അവർ അമേരിക്കയെ, ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അത് നമ്മൾ ഇറാൻ്റെ ഒരു പ്രത്യാക്രമണ ശൈലി പരിശോധിക്കുമ്പോൾ അത് അംഗീകരിച്ചേ കഴിയും. ട്രംപ് ലോകരാജ്യങ്ങളോട്, പ്രത്യേകിച്ച് നാറ്റോ, തങ്ങളെപ്പോഴും സഹായിക്കുന്ന മറ്റു രാജ്യങ്ങൾ, ഇവരോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും അവർ ഇതുവരെ മുന്നോട്ട് വരുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത്തരമൊരു സഹായവുമായി ഈ രാജ്യങ്ങൾ എത്തിയാൽ എന്താ സംഭവിക്കുന്നത്? ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ സൗദിക്ക് നേരെ, ഖത്തറിന് നേരെ, UAEക്ക് നേരെ തുടക്കും. ആ രാജ്യങ്ങൾ ഒരു സമ്പൂർണ്ണ തകർച്ചയുടെ വക്കിലെത്തും. അവർക്ക് പ്രതികരിക്കാം. തീർച്ചയായിട്ടും തിരികെ സൗദി അറേബ്യയുടെ F-15 വ്യോമസേന എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. അമേരിക്ക അവരുടെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അക്ഷരാർത്ഥത്തിൽ തീർത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത തലത്തിലാണ്. $120 ബില്യൺ ഒരു വ്യാപാര കരാറാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയും സൗദിയും തമ്മിൽ ഒപ്പിട്ടത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരാറുകളിലൊന്ന് എന്നൊക്കെയാണെന്ന് ട്രംപ് അതിനെ പുകഴ്ത്തിയത്. അപ്പോൾ സൗദി അറേബ്യയുടെ പ്രതിരോധം അമേരിക്കയുടേതാണ്. അത് വളരെ ശക്തമാണ്. അവർക്ക് ശക്തമായി പ്രതികരിക്കാൻ കഴിയും. പക്ഷേ ഈ പ്രതികരണമൊക്കെ ചെന്നെത്തുക ഒരു വലിയ യുദ്ധഘട്ടത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സമചിത്തതയോടെ ഗൾഫ് രാജ്യങ്ങൾ പരമാവധി സംഘർഷത്തിലേക്ക് കടക്കാതെ നിൽക്കുന്നു. എന്നാൽ ഇറാനെ സംബന്ധിച്ച് സംഘർഷം ഒന്നിനൊന്നിനും തങ്ങൾ തകർന്നാൽ തങ്ങൾക്കൊപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കൂടി തകരട്ടെ എന്നാണ് അവരുടെ ഒരു ഭാവം. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു സങ്കീർണാവസ്ഥ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രയേലാവട്ടെ എന്തിനും മടിക്കാത്തവർ. ഇസ്രയേലിൻ്റെ 3-ാം തന്ത്രം അത്
ഇതിനകം തന്നെ വിജയത്തിലെത്തിക്കാൻ കഴിയുമായിരുന്നു. മൂന്നാം തന്ത്രം അവർ കണക്കുകൂട്ടിയിരുന്നത് വെറും 3 ദിവസത്തെ ആക്രമണ പദ്ധതിയാണ്. അതിനെ പെട്ടെന്ന് തടയിട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് ഇസ്രായേലിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. രണ്ടാം ഘട്ടം എത്രമാത്രം തുടരാൻ കഴിയും? കാരണം ഇപ്പോൾ ലക്ഷ്യസ്ഥാനങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ആക്രമിക്കാൻ. ഭൂമിക്കടിയിൽ ഇനി അവരുടെ ചാരപ്രവർത്തനങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ ഒക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് എവിടെയാണ് ഈ മിസൈൽ ലോഞ്ചറുകളെന്ന്. മിസൈൽ ഉൽപ്പാദന യൂണിറ്റുകളൊക്കെ ഇനി ഭൂമിക്കടിയിലുള്ളതാണ്. ഇതിലൊക്കെ വലിയ പരിമിതികൾ നേടുന്നു. കാരണം ഇവിടെയാണ് അമേരിക്ക ഇനി കാടടച്ചുള്ള ആക്രമണത്തിലേക്ക് തിരിയുമോ എന്ന ഭയം. അമേരിക്കയ്ക്ക് ഒരു വലിയ റിസ്ക് ഉണ്ട്. ഈ ആക്രമണം, ഇതുവരെ 3500-ലധികം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടു. ഈ ആക്രമണം സാധാരണ ജനങ്ങളെ ബാധിച്ചാൽ ജനങ്ങൾ ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ തിരിയും. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുപോകുന്ന ഈ ആക്രമണം ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ അനന്തരഫലം വ്യക്തമാണ്. ഒരുപക്ഷെ ആഴ്ചകളോളം, മാസങ്ങളോളം ഈ യുദ്ധം നീണ്ടു നിൽക്കും. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇറാൻ പൂർണ്ണമായി തകരും. അവർ അതിജീവനം സാധ്യമാക്കിയാൽ പോലും ഒരു പുനർനിർമ്മിതിക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇതുണ്ടാക്കുന്ന ഒരു അപകടം ഗൾഫ് മേഖലയിലും അത്ര നിസ്സാരമല്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ വിലവർധനവിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെത്തും. കുറേയധികം ഇന്ത്യ ഇപ്പോഴും ഒരു മൗനം തന്നെയാണല്ലോ തുടരുന്നത്. അല്ല, ഇന്ത്യ ഇറാന്റെ കാരുണ്യത്തിൽ കഴിയുക ഇപ്പം. കാരണം അതല്ലാതെ മാർഗമില്ല നമുക്ക്. ഇന്ന് 2 കപ്പലൂടെ വിട്ടിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ 1ഉം 2ഉം കപ്പലൊക്കെ ഇറാൻ അനുവദിച്ച് ഇങ്ങോട്ടേക്ക് വിടുന്നു. ഇല്ലെങ്കിൽ ഈ രാജ്യം വലിയ പട്ടിണിയിൽ കൂപ്പുകുത്തും. അപ്പോൾ ഇറാന്റെ കരുണയിൽ, ഇറാന്റെ ഒരു അനുഗ്രഹത്തിൽ വേണം ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞുകൂടാൻ. കാരണം അല്ല, വേറെ മാർഗ്ഗമില്ല. റഷ്യ അവർ വല്ലാതെ വില ഉയർത്തിയിരിക്കുക. ഇന്ത്യയുടെ ഒരു പഴയ കരുണയൊന്നും റഷ്യ ഇപ്പോൾ കാണിക്കുന്നില്ല. അവർ മുതലെടുപ്പിനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ നിഷ്പക്ഷത തൽക്കാലം തുടരട്ടെ. കാരണം ആ നിഷ്പക്ഷതയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ആ നിഷ്പക്ഷത മോദി കൂടുതൽ ഇടപെടലുകൾക്ക് കാരണമായേക്കാം ഈ യുദ്ധത്തിലും. അതും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഏറ്റവും ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ യുദ്ധം കടന്നു പോകുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ കേവലം 1, 2, 3 രാജ്യങ്ങളെയല്ല ബാധിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ നമ്മളടക്കം പല പ്രതിസന്ധികളും ഏത് യുദ്ധവും അതിന്റെ അനന്തരഫലങ്ങൾ ഭീകരമായിരിക്കും. ഇത് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു അത്ഭുതം ആ മേഖലകളിൽ ഉണ്ടാകട്ടെ. ഒരു അത്ഭുതമൊന്നുമില്ല. യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം പ്രഖ്യാപിക്കണം, ഞങ്ങൾ ഭരണത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. പക്ഷേ ഇത് ആർക്ക് വിട്ടുകൊടുക്കും? അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. രാജകത്വത്തിലേക്ക് കൂപ്പുകുത്തും ഒരു രാജ്യം. ഇറാഖിൽ സംഭവിച്ചതിന് തുല്യമായ തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലൊക്കെ അമേരിക്കയുടെ ഇടപെടൽ എവിടെ ചെന്ന് അവസാനിച്ചോ അവിടേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും വിജയിച്ചു. അവരുടെ സൈനിക ശേഷി, മിസൈൽ ആക്രമണ ശക്തി, ആണവ നിർമ്മാണ ശക്തി, ഇത് 3ഉം തകർക്കാൻ വലിയ തോതിൽ കഴിഞ്ഞത് വലിയ വിജയമാണ്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളും ഏറെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡിഗോ ഗാർഷ്യ വരെ എത്തിയിരിക്കുകയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഇനി ട്രംപ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കൂടിയുണ്ട്. കാരണം അദ്ദേഹം ഓരോ മണിക്കൂറിലും ഓരോ തരത്തിലുള്ള നിലപാടുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. നമസ്കാരം.